ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ബോറടിച്ചു. എന്നാൽ പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഒന്ന് ട്രിവാൻഡ്രം വരെ വെറുതെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഓരോ ആൾക്കാരെയും പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ എപ്പോഴത്തെയും സ്ഥിരം സ്പോട്ടായിട്ടുള്ള ആറ്റിങ്ങൽ ബ്രൈറ്റിലായപ്പോഴേക്കും നിർത്തി ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോവാണ്. ഇതാണ് ഹന്ന. ഇത് നമ്മുടെ സ്വന്തം അനീഷ് ബ്രോയാണ്. ഇതിൽ അയലത്തൂടെ പോകുന്നത് അർഷക് ബ്രോയാണ്. അപ്പോൾ നമ്മൾ ചായയും കടിയൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി വോയിസ് ഓവർ കുറച്ച് നേരത്തേക്കൊന്ന് നിർത്തുകയാണ്. ഇനി ശരിക്കുള്ള ഓഡിയോ ഒന്ന് പുറത്തേക്ക് വരട്ടെ. ബ്രോ ഒരു ഏതൊക്കെയാ കട്ടൻ ചായ കട്ടൻ ചായ കുടിക്കാനുള്ള പ്രായം. അങ്ങനെ എല്ലാരും എന്തോ വേണോന്നുള്ളതിന്റെ അടിയിലാണ് എന്ത് വേണോന്നുള്ളതിന്റെ അടിയിലാണ് ഗൈസ്. അതാ സഹാന് എന്തോ വേണ്ടെന്ന് ഒരു കട്ടൻ ചായ റോളുമായി അർഷക്കൊക്കെ ഓടുന്നു. അങ്ങനെ അവസാനം എല്ലാവരും എന്തൊക്കെയോ കഴിക്കാന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നിഖിൽ. പിന്നെ നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിലുള്ളത് നമ്മുടെ സ്വന്തം സൂരജ് ബ്രോയാണ്. ഇത് മുട്ട ഉള്ളിൽ വെച്ചിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. പക്ഷേ കഴിച്ചപ്പോൾ കൊള്ളാമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കടിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് കുറേ നേരം നിന്ന് വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴാണ് നമ്മൾ ട്രിവാൻഡ്രത്തേക്കാണല്ലോ ഇന്നത്തെ യാത്ര എന്ന് പെട്ടെന്ന് ഓർത്തത്. കഴിക്കൂ, പഴംപൊരി കഴിക്കൂ. വട്ടയപ്പം തന്നെ കഴിച്ചോ. നല്ല പഴംപൊരി കഴിക്കൂ. ഒരു കടി ഒരു കൊടി ഒരു കുടി ഒരു കടി അടുത്ത ഇനി കുടി. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ കുടി കുടി. ചൂടോ ഊതിക്കുടി. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു. ഇനി നേരെ ട്രിവാൻഡ്രം പോവാണ്. ബ്രൈറ്റിലെ ചായ എപ്പോഴും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ചായയും കടിയൊക്കെ കുടിക്കാൻ നല്ല സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആദ്യം നേരെ ട്രിവാൻഡ്രത്ത് പോയിട്ട് ലുലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ട്രിവാൻഡ്രം വരുമ്പോൾ ലുലു മസ്റ്റ് ആണല്ലോ. അങ്ങനെ നേരെ ലുലുവിലേക്ക് കയറുകയാണ് ആദ്യം തന്നെ. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് പ്ലാൻസ് എന്നൊന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. ഇവരെല്ലാവരും തന്നെ എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. ക്ലോസ് ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകുമ്പോൾ അറിയാലോ, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ ശരിക്കും ഓരോ മൊമെൻറ്റ്സും എൻജോയ് ചെയ്തായിരുന്നു ഞങ്ങളെല്ലാവരും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു. കൊച്ചി ലുലുവിൽ ഞാൻ ഒരുപാട് വ്ളോഗ്സ് എടുത്തിട്ടുണ്ട്. എൻ്റെ വ്ളോഗിൽ എവിടെയെങ്കിലും കൊച്ചി ലുലു മസ്റ്റായിട്ടുണ്ടാവും. ട്രിവാൻഡ്രം ലുലുവിൽ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് തന്നെയാണിത്. വേണ്ട, താങ്ക് യു. ഹർഷക്കയുടെ സ്പോൺസറിൽ ഞങ്ങൾ ട്രെയിനിൽ കയറി. അങ്ങനെ ഞാനും കുഞ്ഞാവയും കൂടി ട്രെയിനിൽ പോവാണ് ഗൈസ്. ട്രെയിനിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിട്ട് നിൽക്കുകയാണ്.
വണ്ടി ഓടിക്കാൻ പറ്റും. ടാറ്റോട് ടാറ്റോട്. ആ സാർ പറയൂ സാർ, താങ്കളുടെ റിവ്യൂ പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിൻ റൈഡ്? പറയൂ പറയൂ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? പിന്നീട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനായിട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. മീൻകാരിയാടാ ഒരു നിമിഷം കൊണ്ട് എല്ലായിടത്തും മീനേ മീനേന്ന്. അയ്യേ ഗൈസ്, പൊട്ടി ഗൈസ്. ലുലുവിനെക്കാളും നല്ലത് ലുലു തന്നെ. വീഡിയോയിലാണ്ട് ഞാൻ വേറെ ഒന്നും പറയുന്നില്ലെന്ന്. ലുലുവിന്റെ പ്രൊമോഷണൽ വീഡിയോ ആണ് അടുത്ത് വെച്ച് പറയലേ. എന്ത് വറക്കാനുള്ള പ്ലാനുണ്ട് കേട്ടാ. തമാശക്ക് പറയുന്നതിന്റെ മുഖം കണ്ടോ? ഇനി മേല ഇമ്മാര് തമാശ പറയാറുണ്ട്. ഞങ്ങൾ പോകുന്നു. ഈ വണ്ടി ഞാൻ കുറച്ചേരം ഡ്രൈവ് ചെയ്യട്ടെ, ഡ്രിഫ്റ്റ് ചെയ്യാം. മാറും. സഹാനെ എവിടെ പോന്നു നമ്മള്? അതിനകത്തെന്തുവാ? അവിടെ എന്തുവാ? കോഴി കണ്ട് വെള്ളം ഇറക്കാൻ നമുക്ക് കുച്ചേച്ചി. ഗായ്സ്, ഇത് ഇടിയിറച്ചിയാണ്. എല്ലാ ലുലുവിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ദൂരെന്ന് സാധനമൊക്കെ കൊണ്ട് ഞങ്ങൾ കോടിക്കണക്കിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പൊടിച്ചു കുടിക്കാറുണ്ട്. ആമ ജ്യൂസോ? ഞാനിങ്ങനെ നോക്കി വെള്ളം ഇറക്കുകയായിരുന്നു. എന്ത് വാങ്ങിക്കും ഇതിനകത്ത്? വാങ്ങിച്ചാലും എനിക്ക് വയറ് നിറയും. അങ്ങനെ നമ്മൾ ലുലുന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങാണ്. അങ്ങനെ പറഞ്ഞ അവിടെ സ്റ്റിക്കർ 150 കവിഞ്ഞു. അതിന് കാശാവുന്ന ഇഷ്ടപ്പെട്ടില്ല.
ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ വിഴിഞ്ഞത്തേക്കാണ് പോകുന്നത്. അടിപൊളി ശിങ്കമാനട അയ്യാസ്വാമി, അടിപൊളി ശിങ്കമാനട അയ്യാസ്വാമി, കുടമണിയാട്ടിയോടും നാട്ടുകൂട്ടം അക്കം പക്കം പാണ്ടി മേളപ്പാട്ടും കുത്തും പക്കം കണ്ണെഴുതും കിടാവിനിന്നലെ മായ ചിന്തൂരം മൈന ചാത്തിയോ, കൺമഷിയാൽ കണ്ണെഴുതും മാൻകിടാവിനിന്നലെ മായ ചിന്തൂരം മൈന ചാത്തിയോ. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ കഴിഞ്ഞ് വിഴിഞ്ഞത്തെത്തിയിട്ടുണ്ട്. സീ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട്. നമ്മൾ അസ്മാക് സീ ഫുഡിലാണ് കയറിയത്. അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ആദ്യം തന്നെ മീനെ ചൂസ് ചെയ്യാനാണ് പോയത്. അവിടെ ഒരുപാട് മീനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അത് ഗ്രില്ലോ ഫ്രൈയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതുപോലെ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ നമ്മൾ കുറേ മീൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫൈനലി നമ്മൾ കുറച്ച് മീനെ ചൂസ് ചെയ്തു. അവരുടെ കാര്യമൊക്കെ പറഞ്ഞു സെറ്റാക്കി. എന്നിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഹാർബർ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അതാ ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നു, അത് വെച്ചാൽ അങ്ങനെ നമ്മൾ ഹാർബറെല്ലാം കണ്ട് തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴേക്കും നമ്മുടെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വിമ്മിങ് ട്രെയിനറായിട്ടുള്ള സുമിത്തും കൂടി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒടുവിൽ പ്ലേറ്റ് വന്നു. ഉണങ്ങാതിരിക്കുന്ന ചത്തു ഗ്രില്ല്. അപ്പോഴേക്കും ഫുഡ് എത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങി. ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. എടുത്തോ
കയ്യ തൊപ്പയ ഇടി പ്ലേറ്റ് എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു തിരിച്ച് ഇപ്പോഴും തീരാത്തെടുത്ത് മേളിൽ ഇങ്ങനെ ജിപ്പ് ഇങ്ങനെ ഉണ്ടത് പാനായിട്ട് ഓ സിനിമയുടെ സൂപ്പായി കുടിച്ചില്ലേ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി. ഇനി 2 സുലൈമാനി ആവാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു. സുലൈമാനി മസ്റ്റ് ട്രൈ ആണ്. സൂപ്പറായിരുന്നു. ആഞ്ഞു കുടി കളിയാ അങ്ങോട്ട് ഊതി കുടി ഊതി കുടി കളിയാ മുത്തന ഊതി ഊതി കുടിക്കാൻ ചൂട് ഞാൻ ഊതി ഊതി കുടിക്കാനാണ് നമ്മളങ്ങനെ അണ്ണാക്കിലോട്ട് കമത്താണല്ലോ ചൂട് ചായ ഊതി ഊതി കുടിക്കാനാണോ ഞങ്ങൾ ഗുപ്തൻ ഫാൻസാ തിരിച്ചു കുടിക്കുക ഡയലോഗ് എടുത്തണം കേട്ടോ എന്റെ വക ഒരു സിപ്പ് ഇടാന്ന് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊക്കെ ചായ അല്ലാതെ കമത്തുമായിരിക്കും ഹൈ ഹൈ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം. സൂപ്പർ ഒരു ദിവസമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.